തൃശ്ശൻ തല അജിത്തിൻ്റെയും പുതിയ തമിഴ് സിനിമയായ വിദാമുയർച്ചി കാണാൻ വേണ്ടി വനിത സ്ക്രീൻ ത്രില്ലിൽ വന്നിരിക്കുകയാണ്. വിദാമുയർച്ചി തല അജിത്തിൻ്റെ പുതിയ സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ മഗിർ തിരുമേനി. മച്ചാൻ നമുക്ക് ഒരു ടിക്കറ്റിൻ്റെ പൈസയ്ക്ക് 2 സിനിമയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ബ്രേക്ക് ഡൗൺ എന്നുള്ള ഹോളിവുഡ് സിനിമയാണ് കേർട്ട് റസൽ അഭിനയിച്ചിട്ടുള്ള. സെക്കൻഡ് ഹാഫ് ജോക്കർ ആൻഡ് ഹാർലി ക്വിന്ന. ഫസ്റ്റ് ഹാഫ് കിടിലം മേക്കിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫോടെ ബ്രേക്ക് ഡൗൺ അങ്ങോട്ട് തീരും. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും വെറൈറ്റി വരുമായിരിക്കുന്നു. വെറൈറ്റി കിട്ടി. സംഭവം DCയുടെ ജോക്കർ ആൻഡ് ഹാർലി ക്വിന്ന ആയിരുന്നു. പക്ഷെ ഒറ്റൊരു കാര്യമുള്ളൂ, DCനെ കൊണ്ടിട്ട് പോലും നടന്നിട്ടില്ല. അപ്പോഴാണ് തിരുമേനി ഈ ചെയ്തു വച്ചിരിക്കുന്നത്. സൈക്കോ ഇല്ലാതെ ഇപ്പോൾ ഒരു സിനിമയില്ല എന്നുള്ള അവസ്ഥയാണ്. സെക്കൻഡ് ഹാഫിൽ മേക്കിങ്ങും അനിരുദ്ധിൻ്റെ പാമ്പാട്ടി മ്യൂസിക്കിന് പോലും രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഗംഭീര അനുഭവമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത്, സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പാളം തെറ്റി അങ്ങ് ആകാശവും വിട്ട് വേറെ എവിടെയോ പോയ അവസ്ഥയാണ്. ഭൂമിയിൽ നിന്ന് സാധനം തെറിച്ചു പോയി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എനിക്ക് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയത്. തല അജിത്ത് ആസ് എ പേഴ്സൺ, ഹിസ് റിയൽ ലൈഫ് ക്യാരക്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റേസർ ആയിട്ടുള്ള അജിത്ത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആസ് ആൻ ആക്ടർ എന്നെ സംബന്ധിച്ച് ഇതാണ് എന്തൊരു അവസ്ഥയായിരുന്നു അറിയാമോ. ഇതിനകത്ത് ഇമോഷണൽ സീൻസിലൊന്നും എനിക്ക് തോന്നിയത് അജിത്തിനെ കൊണ്ട് പറ്റണ എന്നുള്ള. അത് കണ്ടപ്പോൾ തല എന്നല്ല തേങ്ങാ കൊല എന്നാണ് എനിക്ക് തോന്നിയത്. ആസ് ആൻ ആക്ടർ, അഭിനേതാവ് എന്നുള്ള നിലയിൽ പുള്ളിയെ കൊണ്ട് പറ്റണില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ആയത്. അത് ഞാൻ ഇവിടെ തുറന്നു പറയുന്നു. ആരും ഒരു വിരോധം തോന്നരുത്. പുള്ളിയുടെ വിരലിലുണ്ടാവുന്ന, സത്യം പറയാം, വിരലിലുണ്ടാവുന്ന കുറച്ച് നല്ല സിനിമകളെ ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. വിരലിലുണ്ടാവുന്ന സിനിമകളെ എനിക്ക് പുള്ളിയുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. കണ്ടുകൊണ്ടേ മങ്കാത്ത അല്ലെങ്കിൽ മാങ്കാത്ത, എന്ത് തേങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ വായിൽ ഒരിക്കലും വരില്ല ആ സിനിമ. എന്നെ അറിന്താൽ, ധീന, ഇങ്ങനെ കുറച്ച് സിനിമ ഉണ്ട്. അതല്ലാതെ ഒന്നും, പിന്നെ അശോക, ഷാറുഖ് ഖാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള, ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറയണം. പുള്ളിയുടെ സിനിമകൾ പൊതുവേ എനിക്ക് പുള്ളി ഭയങ്കര ഗംഭീര അഭിനയമായിട്ടൊന്നും ഫീൽ ആവാറുമില്ല. ഞാനത് തുറന്നു പറയുന്നു. ഇതെന്തുവാണ് താന്നു പോകുന്നത്? എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ അവസ്ഥ കണ്ടിട്ട് മൈക്ക് വരെ വാടിപ്പോയി തോന്നുന്നുണ്ട്. പിന്നെ തൃശ്ശയെ പറ്റി പറയാനാണെങ്കിൽ തൃശ്ശ ഈ സിനിമയിലുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇതൊരു വളരെ മോശം സിനിമ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിട്ട് നല്ല ഗ്രിപ്പിംഗ് ആയിട്ടൊക്കെ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫിൽ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനൊക്കെ മടുത്ത അവസ്ഥയുണ്ട്. പ്രൊഡ്യൂസർ മറ്റേ സീനാണ്. ഇപ്പോൾ കുറേ ആയി അസർബൈജാനിൽ പോയി ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ നിർത്തിക്കാൻ നോക്കിയോ, റാപ്പപ്പ് ചെയ്തോന്ന് പറഞ്ഞപ്പോഴേക്കും വന്നാൽ പോവാം, നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞിരിക്കുന്നു, വീട്ടിൽ പോവാം, ശരി ബാക്കൊക്കെ എടുത്ത് കൂട്ടിക്കോ പോവാം എന്നുള്ള പറഞ്ഞ രീതിയിൽ പടം അവസാനിപ്പിച്ച പോലെയായിരുന്നു. പണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ സിനിമ കണ്ടിട്ടുള്ളത്. ഒട്ടുമിക്ക തമിഴ് സിനിമയുടെ അവസാനം അങ്ങനെയാണ്. അതായത് ഇങ്ങനെ മറ്റേ കേക്കൊക്കെ മുറിച്ചുകൊണ്ട് പോകില്ല, അതുപോലെ സിനിമ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകും. എല്ലാം ശുഭം വട പട 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 എന്നും പറഞ്ഞുകൊണ്ട് പരിപാടി തീരും. ആ സാധനമായിരുന്നു ഈ സിനിമയുടെ അവസ്ഥ. അവസാനം എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്നു, റീലോഡ് മീഡിയയില എബിയും പറയുന്ന പോലെ. എന്നിട്ട് അതങ്ങനെ കഥം കുതാകഥ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. കുറേ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. നല്ല അവിഞ്ഞ ട്വിസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ശോകമായിരുന്നു. സെക്കൻഡ് ഹാഫ് അയ്യയ്യോ വയ്യ, അങ്ങനത്തെ അജിത്തിന് വയ്യ, എനിക്ക് അങ്ങനെയാണ് ഫീലായത്. പുള്ളിയെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. പുള്ളി ഒരുപാട് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു കാറിനകത്തുള്ള ഒരു ആക്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ കിടുവാണ്. ടെക്നിക്കലി പടം കിടുവാണ്. അസർബൈജാനിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നതും ടെക്നിക്കാലിറ്റി വൈസ്, അതായത് ക്യാമറ വർക്ക്, സൗണ്ട് ഡിസൈൻ, അറ്റ്മോസിലാണ് കണ്ടത്. കിടുവായിരുന്നു. വനിതയിൽ നെഞ്ചും കൂടെ പൊളിഞ്ഞു ശ്രീന്ദ്രയായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷേ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെയാണ് സെക്കൻഡ് ഹാഫ്. ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. പാട്ടുകളൊക്കെ കൊള്ളാം, കേട്ടിരിക്കാം. പിന്നെ അനിരുദ്ധാണ്, അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഞോണ്ടിക്കൊണ്ടെന്നാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സാധനം അടിപൊളിയായിരുന്നു. പാമ്പാട്ടി മ്യൂസിക് കാരണമാണ് സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ തന്നെ പറ്റുന്നത്. അതല്ലാതെ ആ മ്യൂസിക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പടത്തിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ് സെക്കൻഡ് ഹാഫ് കല ഒടച്ചെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അങ്ങനെയാണ് എനിക്കനുഭവപ്പെട്ടത്.
ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് സോഴ്സ് മെറ്റീരിയൽ ഇല്ല. മറ്റേത് ബ്രേക്ക് ഡൗൺ ആണല്ലോ. ബ്രേക്ക് ഡൗൺ ഫസ്റ്റ് ഹാഫിൽ തീർന്നു. അതുകൊണ്ട് പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ DC കോമിക്സ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നമുക്കൊരു ജോക്കർ ഹാർലി ക്വിൻ പിടിക്കാം എന്നുള്ള രീതിയിലൊരു സാധനം. അയ്യോ, അത് ചെയ്തു വെച്ചിരിക്കുന്നതാ. റെജീന കസാൻഡ്രയും അർജുനും ഓവറാക്കി ചളമാക്കി നശിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അർജുനെ കാണാനൊക്കെ ഭംഗിയാണ്. എനിക്ക് അർജുൻ സർജനെ ആസ് എ ആക്ടർ ലുക്ക് വൈസും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ പുള്ളീനെ ഇഷ്ടമുള്ള പടം മുതൽവനാണ്. പിന്നെ മങ്കാതൻ എനിക്കിഷ്ടമാണ്. അതാരെങ്കിലും ഒന്ന് പറഞ്ഞു താടേ എൻ്റെ ശരിക്കും എങ്ങനെ പറയാം. മങ്കാത എന്നാണ് മാങ്കാത എന്നാണ് എന്ത് തേങ്ങ. എനിക്ക് മാങ്ങാന്നൊക്കെ വായിൽ വരുള്ളൂ. മാങ്ക എന്നുള്ള ഒരു സംഭവത്തിൽ എൻ്റെ വായിൽ അത് വരുള്ളൂ. ശരിക്കും മങ്കത എന്നാണോ അല്ലെങ്കിൽ മങ്കാത്ത എന്നാണോ എന്നുള്ളതൊന്ന് കമൻറ്റിലിടുക. എനിവേസ് ഈ സിനിമയുടെ എൻ്റെ അഭിപ്രായം ഇതാണ്. ഇത് ഒരു നടക്കും എനിക്ക് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു സ്റ്റൈലിഷ് ബോംബാണ്. നല്ല സ്റ്റൈലായിട്ട് എടുത്തു വെച്ച ഒരു മലങ്കൾട്ട് സെക്കൻഡ് ഹാഫും നല്ല സ്റ്റൈലായിട്ട് എടുത്തു വെച്ച നല്ല എൻഗേജിങ് ആയ ഫസ്റ്റ് ഹാഫും. അതാണ് എനിക്ക് ഈ സിനിമ. അപ്പോൾ തല അജിത്ത്, നിങ്ങളെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷേ ആസ് ആൻ ആക്ടർ നിങ്ങളെക്കൊണ്ട് ഇമോഷണൽ സീൻസൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് മുഖം മറച്ചു വെച്ചിട്ട് പോലും ഇമോഷണൽ സീൻസൊന്നും സെറ്റാവുന്നുണ്ടായില്ല എന്നാണ് എനിക്ക് ഫീൽ. അത് കുറച്ചും കൂടിയൊക്കെ ഇത്രയും സ്റ്റാൻഡർഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെന്തുവാടി ഇത് വാടി പോകുകയാണുള്ളത് അടിയിലേക്ക്. ഇതെന്താ സംഭവം? എന്തായാലും ശരി, ഇതാണ് എൻ്റെ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. ഞാൻ മോശപ്പെടുത്താൻ ശ്രമിക്കുകയല്ല, എൻ്റെ അഭിപ്രായം ഇവിടെ തുറന്നു പറയുന്നുള്ളൂ. ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ആളാണ്. ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് അഭിപ്രായം തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മകിഴ് തിരുമേനി, നമ്മളിവിടുത്തെ പിള്ളേർ മാർവലും DC-യും മാങ്ങയും എല്ലാം കണ്ടും കാലക്കി കുടിച്ചിരിക്കുകയാണ്. അവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇമ്മാതിരി അവരാൻ ചെയ്ത് വെക്കരുത്. ഇത്ര എനിക്ക് പറയാനുള്ളത്. നാളെയാണ് ഇൻ്റർസ്റ്റെല്ലാർ റിലീസ്. ഞാൻ 2 IMAX വിത്ത് ലേസർ വെന്യൂസിൽ സിനിമ കാണുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ചാനലിൽ വരുന്നതായിരിക്കും. ഇതുകൂടാതെ നാളെ ജോയിച്ചേട്ടനും സുരാജേട്ടനും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമ റിലീസാവുന്നുണ്ട്. അതും കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ ചാനലിൽ വരും, കാണാൻ മറക്കണ്ട. ബൈ.